ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ കോർഡിനേറ്റർ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാർ മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുതെന്നും ഇതിനായി പ്രചാരണം നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2011 ശബരിമലയിലെ ശുചീകരണത്തിന് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ IG ആയിരുന്ന P വിജയൻ പുണ്യം പൂങ്കാവനം പദ്ധതി ആവിഷ്കരിക്കുന്നത്. പദ്ധതിക്കായി എരുമേലിയിൽ ഫണ്ട് ശേഖരിച്ചെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയത്. പദ്ധതിക്ക് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വൻ പ്രചാരമാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ 2 തീർത്ഥാടന കാലങ്ങളിലും പുണ്യം പൂങ്കാവന പദ്ധതി ശബരിമലയിൽ നടന്നിരുന്നില്ല. സന്നിധാനം വാവരുനടയ്ക്ക് സമീപം പുണ്യം പൂങ്കാവനത്തിന്റെ ഓഫീസ് ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നില്ല. പുണ്യം പൂങ്കാവനം ശുചീകരണ നടത്തിപ്പിനായി ഒരു ഡിവൈഎസ്പിയുടെ കീഴിൽ ഒരു CI, 3 SIമാർ, 30ഓളം പോലീസുകാരെയുമാണ് വിന്യസിച്ചിരുന്നത്. പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് പകരമായി ശുചീകരണത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ പവിത്ര ശബരിമലയാണ് നിലവിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.